ഹേ ഗായ്സ്, വെൽക്കം ബാക്ക്. നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് ഒരു ഫോർമേഷൻ റിവ്യൂ ആണ്. ഈ ഒരു ഫോർമേഷൻ എന്ന് പറയുന്നത് ചില്ലറക്കാരനല്ല. ഈ ഒരു ഫോർമേഷൻ്റെ പ്രത്യേകത നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എല്ലാ ഫോർമേഷനിലും ഒരു 11 പ്ലെയറെയാണ് എങ്ങനെ പോയാലും നമുക്ക് ഗെയിമിലേക്ക് ആഡ് ചെയ്യാൻ സാധിക്കുക. ഈ ഒരു ഫോർമേഷൻ്റെ പ്രത്യേകത നോക്കിക്കഴിഞ്ഞാൽ നമ്മൾക്ക് 12ഓളം പ്ലേയേഴ്സ് ഗെയിമിൽ കളിക്കുന്ന ആ ഒരു ഫീൽ അല്ലെങ്കിൽ ആ ഒരു റിസൾട്ടും കാര്യങ്ങളൊക്കെയാണ് നമ്മൾക്ക് ഗെയിമിൽ കിട്ടുക എന്നുള്ളതാണ്. സോ ഈ ഒരു ഫോർമേഷൻ എന്ന് പറയുന്നത് കുറച്ച് കാലങ്ങളായിട്ട് ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നുണ്ട്. ഈ ഒരു ഫോർമേഷൻ്റെ സ്ക്വാഡ് ബിൽഡിംഗ്, അതുപോലെ അതിൻ്റെ ഇൻഡിവിജ്വൽ ഇൻസ്ട്രക്ഷൻ, ഏത് പ്ലേയിങ് സ്റ്റൈലിലാണ് കളിക്കേണ്ടത്, ഏത് മാനേജറായിട്ടാണ് കളിക്കേണ്ടത് എന്നുള്ള എല്ലാ കാര്യവും നോക്കുന്നുണ്ട്. സോ നമുക്ക് നേരെ നമ്മുടെ ഗെയിം പ്ലാനിലോട്ട് പോകാം. നമ്മുടെ ഫോർമേഷൻ എന്ന് പറയുന്നത് നിങ്ങളിപ്പോൾ കാണുന്നതല്ല. നമ്മൾക്ക് അതിനായിട്ട് കസ്റ്റം ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ ജസ്റ്റ് ഒന്ന് നമ്മുടെ മാനേജറുടെ ഭാഗത്ത് പോകാം. അവിടെ ചേഞ്ച് ഫോർമേഷൻ എന്ന് കാണാൻ സാധിക്കും. അവിടെ താഴോട്ടേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് 3-2-4-1 എന്ന് പറയുന്ന ഒരു ഫോർമേഷൻ കാണാൻ സാധിക്കും. ഈ ഒരു ഫോർമേഷൻ നിങ്ങളിൽ എത്ര പേര് ഇപ്പോൾ കറന്റ് യൂസ് ചെയ്യുന്നുണ്ടെന്നുള്ള കാര്യങ്ങളൊന്നും അറിയില്ല. നിങ്ങളിപ്പോൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ റിവ്യൂ അല്ലെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കാര്യങ്ങളൊക്കെ കോമെന്റ് ചെയ്യുക. സോ ഈ ഒരു ഫോർമേഷനിൽ നിങ്ങളിപ്പോൾ വിസിബിളി കാണുന്ന ടൈമിൽ 11 പേര് അടങ്ങുന്ന ഒരു ഫോർമേഷൻ തന്നെയാണ്. പക്ഷേങ്കിൽ ഈ ഒരു ഫോർമേഷനിൽ എങ്ങനെയാണ് നമുക്ക് 12 പേരുടെ അഡ്വാൻറ്റേജും കാര്യങ്ങളൊക്കെ കിട്ടുക എന്നുള്ളത് ഈ ഒരു വീഡിയോ മുഴുവനായിട്ട് കണ്ടാൽ മാത്രമേ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കൂ. സോ നമ്മൾ നേരെ സ്ക്വാഡ് ബിൽഡിങ്ങിലേക്ക് പോവുകയാണ്. ഏത് ടാറ്റിക്സിനാണ്, അതായത് ലോങ് ബോൾ കൗണ്ടറിനാണോ, ക്വിക്ക് കൗണ്ടറിനാണോ, പോസ്റ്ററിനാണോ, ഏത് പ്ലെയിൻ സ്റ്റൈലിനാണ് ഇത് ട്രിഗർ ആവുക എന്നുള്ള കാര്യങ്ങളൊക്കെ അതിനുശേഷമായിരിക്കും സംസാരിക്കാം. സോ നമ്മൾ അതിൽ തന്നെ ഗോൾ കീപ്പറിലോട്ട് പോവാണ്. ഗോൾ കീപ്പറിൽ ഒരുപാട് എൻഡ് കാർഡൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിലും ഞാനിവിടെ മെയിനായിട്ടും നമ്മുടെ ഫ്രീ ടു പ്ലേ യൂസേഴ്സിനൊക്കെ ഹെൽപ്ഫുൾ ആവുന്ന രീതിയിലാണ് സ്ക്വാഡ് ബിൽഡ് ചെയ്യാൻ പോകുന്നത്. സോ ഇതിൽ നിന്നും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു കാർഡിനെ സെലക്ട് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ ടെസ്റ്റഗന്റെ ഈ ഒരു കാർഡൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ ഗെയിമിൽ പെർഫോമൻസ് കിട്ടുന്ന കാർഡ് തന്നെയാണ്. സോ നിങ്ങൾക്ക് നിങ്ങളുടെ സ്ക്വാഡിലെ ബെസ്റ്റ് ആയിട്ടുള്ള ഗോൾ കീപ്പറെ തന്നെ സെലക്ട് ചെയ്യാം. ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് ഡിഫൻസീവ് ആയിട്ടുള്ള ഗോൾ കീപ്പർ തന്നെയാണ്. സോ നമ്മൾ ഈ ഒരു കാർഡിനെയാണ് ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്യുന്നത്. സോ നമുക്കിനി വേണ്ടത് 3ഓളം CB ആണ്. 3ഓളം CB നിങ്ങൾ സെലക്ട് ചെയ്യുമ്പോൾ നിങ്ങൾ മസ്റ്റ് ആയിട്ടും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ സെൻറ്ററിൽ കാണുന്ന CB ഒരു കാരണവശാലും നിങ്ങൾ ബിൽഡപ്പ് CB അല്ലാതെ മറ്റൊരു CBനെ സെലക്ട് ചെയ്യാൻ പാടില്ല. സോ ബിൽഡപ്പ് CB നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് കാർഡ് അവൈലബിൾ ആണ്. നിങ്ങളുടെ സ്ക്വാഡിലെ അത്യാവശ്യം നല്ല രീതിയിൽ നിന്ന് കളിക്കുന്ന ഒരു ബിൽഡപ്പ് CBനെയാണ് നിങ്ങൾ ഇവിടെ ആഡ് ചെയ്യേണ്ടത്. സോ ഞാനിവിടെ നമ്മുടെ ബെക്കംബോറിൻ്റെ ഈ ഒരു കാർഡ് നിങ്ങളുടെ കയ്യിൽ എല്ലാവരുടെയൊക്കെ ഉണ്ടാവും. ഈ ഒരു കാർഡ് സെലക്ട് ചെയ്യുവാണ്. ഇനി വേണ്ടത് 2 CB ആണ്. 2 സൈഡിലുമായിട്ട് ഞാൻ ഇവിടെ റെക്കമെൻഡ് ചെയ്യുന്നത് നിങ്ങൾ ഒരു ഡിസ്ട്രോയറെ അല്ലാന്നുണ്ടെങ്കിൽ ഡിഫൻസീവ് ഫുൾ ബാക്കിനെ ആഡ് ചെയ്യുക എന്നുള്ളതാണ്. മെയിനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഡിസ്ട്രോയർ ആയാലും നമ്മുടെ ഡിഫൻസീവ് ഫുൾ ബാക്ക് ആയാലും നല്ല രീതിയിൽ ഗെയിമിൽ പേസ് കിട്ടുന്ന, സ്പീഡ് ഉപയോഗിച്ച് കളിക്കുന്ന പ്ലെയറെ ആയിരിക്കണം ആഡ് ചെയ്യേണ്ടത്. ഫിസിക്കലായിട്ടുള്ള അഡ്വാൻറ്റേജും ഹൈറ്റും കാര്യങ്ങളൊക്കെയുള്ള 2 പ്ലെയർ നിങ്ങൾക്ക് ആഡ് ചെയ്യാവുന്നതാണ്. ഡിഫൻസീവ് ഫുൾ ബാക്ക് ആയിട്ട് നിങ്ങളുടെ സ്ക്വാഡിൽ എന്ത് കഴിഞ്ഞാലും ഉണ്ടാവാൻ പോകുന്ന ഒരു കാർഡ് തന്നെയാണ് നമ്മുടെ കോസ്റ്റക്യൂട്ടിയുടെ സിംഗിൾ ബൂസ്റ്റഡ് ആയിട്ടുള്ള കാർഡ്. നിങ്ങൾക്ക് മസ്റ്റ് ആയിട്ടും ആ ഒരു കാർഡിനെ ഒരു CBയിലേക്ക് ആഡ് ചെയ്യാം. എൻ്റെ കയ്യിൽ ഡബിൾ ബൂസ്റ്റഡ് ആയിട്ടുള്ള കാർഡാണുള്ളത്. സോ ഫ്രീ ടു പ്ലേ സ്ക്വാഡിനെ സംബന്ധിച്ചിടത്തോളം ഞാനിവിടെ ആഡ് ചെയ്യുന്നത് നമ്മുടെ കോണ്ടയുടെ ഈ ഒരു കാർഡാണ്. ഗെയിമിൽ അത്യാവശ്യം നല്ല രീതിയിൽ ഫിസിക്കലായിട്ടും അതുപോലെ തന്നെ പേസ് യൂസ് ചെയ്ത് കളിക്കുന്ന വൺ ഓഫ് ദ ബെസ്റ്റ് ആയിട്ടുള്ള ഫ്രീ കാർഡാണ്. ഇനിയിപ്പോൾ നമ്മുടെ ലെഫ്റ്റ് സൈഡിലെ CB ആയിട്ട് ആഡ് ചെയ്യുന്നത് കോസ്റ്റക്യൂട്ടിയുടെ ഈ ഒരു കാർഡാണ്. നിങ്ങൾക്ക് സിംഗിൾ ബൂസ്റ്റഡ് ആയിട്ടുള്ള കാർഡ് ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു കാർഡും ആഡ് ചെയ്യാം എന്നുള്ളതാണ്. സോ നമ്മുടെ ഡിഫൻസീവ് ആയിട്ടുള്ള പ്ലേയേഴ്സിനെ നോക്കിക്കഴിഞ്ഞാൽ ഈ രീതിയിലാണ് ഉണ്ടാവുക. നല്ല പേസും അതുപോലെ തന്നെ ഫിസിക്കൽ ആയിട്ടുള്ള അഡ്വാൻറ്റേജും കാര്യങ്ങളൊക്കെയുള്ള പ്ലേയേഴ്സിനെ നിങ്ങൾ ആഡ് ചെയ്യാൻ ശ്രമിക്കുക. ഇനി വരുന്നത് 2 DMF ആണ്. DMFിലേക്ക് വേണ്ടത് 2 കാർഡാണ്. 2 കാർഡിൽ ഒരു കാർഡ് എന്ന് പറയുന്നത് മസ്റ്റ് ആയിട്ടും ഒരു ആങ്കർ മാൻ ആയിരിക്കണം എന്നുള്ളതാണ്. സോ ആങ്കർ മാൻ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങളിവിടെ മസ്റ്റ് ആയിട്ടും ഡിഫൻസീവ് ആയിട്ടുള്ള എബിലിറ്റിക്കാണ് കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ടത്. സോ നമുക്ക് ഒരുപാട് കാർഡുകൾ ഇവിടെ അവൈലബിൾ ആണെന്നുണ്ടെങ്കിലും കുറച്ചുകൂടി സ്പീഡിനും ഫിസിക്കിനും അഡ്വാൻറ്റേജ് കിട്ടുന്ന കാർഡ് എന്ന് പറയുന്നത് നമ്മുടെ ചുവമാനയുടെ ഈ ഒരു കാർഡാണ്. ഇനിയിപ്പോൾ നമ്മുടെ സെക്കൻഡ് DMF നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാനിവിടെ റെക്കമെൻഡ് ചെയ്യുന്നത് ഒരു ഡിസ്ട്രോയർ അല്ലാന്നുണ്ടെങ്കിൽ ബോക്സ് ടു ബോക്സ് പ്ലെയർ ആണെന്നുള്ളതാണ്. സോ ഞാനിവിടെ ആഡ് ചെയ്യാൻ പോകുന്നത് ഒരു ബോക്സ് ടു ബോക്സ് പ്ലെയർ ആണ്. നിങ്ങളുടെ കയ്യിൽ ഉണ്ടാവാൻ ചാൻസ് ഉള്ള ഒരു കാർഡ് തന്നെയാണ്. സോ ഈ ഒരു കാർഡ് എന്ന് പറയുന്നത് അത്യാവശ്യം നല്ല രീതിയിൽ ഡിഫൻസീവ് ആയിട്ടുള്ള എബിലിറ്റിയും അതുപോലെ തന്നെ അറ്റാക്കിങ്ങിന്റെ കാര്യത്തിലും നല്ല രീതിയിൽ റണ്ണും കാര്യങ്ങളൊക്കെ ഇടുന്ന കാർഡ് തന്നെയാണ്. സോ ഈ രീതിയിലാണ് നമ്മുടെ DMFും അതുപോലെ CBയും വരുന്നത്. ഇനി നമുക്ക് വേണ്ടത് 2 വിങ്ങിൽ കളിക്കുന്ന പ്ലേയേഴ്സിനാണ്. നമ്മുടെ LMFിലും അതുപോലെ RMFിലും ഞാനിവിടെ റെക്കമെൻഡ് ചെയ്യുന്നത് നമ്മുടെ പ്രൊലിഫിക് വിങ്ങർ, അതുപോലെ റോമിംഗ് ഫാങ്, അറ്റാക്കിംഗ് ഫുൾ ബാക്ക് പോലുള്ള പ്ലേയേഴ്സിനെ നിങ്ങൾക്ക് ആഡ് ചെയ്യാം. ആ ഒരു പ്ലേയേഴ്സിന് എഡ്ജ്ഡ് ക്രോസ് എന്ന് പറയുന്ന സ്കില്ലും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി അഡ്വാൻറ്റേജും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കിട്ടും എന്നുള്ളതാണ്. സോ ഞാനിവിടെ ഒരു വിങ്ങിൽ ഒരു അറ്റാക്കിംഗ് ഫുൾ ബാക്കിനാണ് ഇടുന്നത്. അറ്റാക്കിംഗ് ഫുൾ ബാക്ക് ആകുമ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ ക്രോസിങ്ങിനും അതുപോലെ ഡിഫൻസീവ് ആയിട്ടുള്ള സപ്പോർട്ടും ഈ ഒരു പ്ലേയേഴ്സിന്റെ ഭാഗത്ത് നിന്ന് കിട്ടും എന്നുള്ളതാണ്. സോ ഫ്രീ ആയിട്ട് കിട്ടിയേക്കുന്ന ഒരു അറ്റാക്കിംഗ് ഫുൾ ബാക്ക് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ വൈറ്റിന്റെ ഈ ഒരു കാർഡ് തന്നെയാണ്. പുള്ളിക്ക് അത്യാവശ്യം നല്ല രീതിയിൽ ഡിഫൻസീവ് ആയിട്ടുള്ള എബിലിറ്റി ഉണ്ട്. അതുപോലെ തന്നെ ക്രോസിംഗിന്റെ കാര്യത്തിലും എഡ്ജഡ് ക്രോസിംഗ് പോലുള്ള സ്പെഷ്യൽ ആയിട്ട് വരുന്ന സ്കില്ലും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു കാർഡ് തന്നെയാണ്. സോ നമ്മുടെ LMFിലേക്ക് ഞാൻ ഇവിടെ സജസ്റ്റ് ചെയ്യുന്നത് ഒരു പ്രൊലിഫിക് വിങ്ങറെയാണ്. നിങ്ങൾ ഒരു വിങ്ങിൽ ക്രോസിന് വേണ്ടിയിട്ട് മാത്രമുള്ള പ്ലേയേഴ്സിനെ ആഡ് ചെയ്യുക. അതുപോലെ തന്നെ മറ്റൊരു വിങ്ങിൽ എന്ന് പറയുന്നത് അത്യാവശ്യം പേസും അതുപോലെ പാസിംഗ് എബിലിറ്റിയും വേണ്ടി വന്നാൽ ഫിനിഷ് ചെയ്യാനും സാധിക്കുന്ന ഒരു കാർഡിനെ ആയിരിക്കണം നിങ്ങൾ ആഡ് ചെയ്യേണ്ടത്. അങ്ങനെ ഒരു കാർഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു കാർഡ് എന്ന് പറയുന്നത് അത്യാവശ്യം നല്ല രീതിയിൽ ഡ്രിബിളിംഗ് ക്വാളിറ്റിയും പേസും അതുപോലെ പാസിങ്ങും ഫിനിഷിംഗ് ഒക്കെ വരുന്ന
അണ്ടർ റേറ്റഡ് ആയിട്ട് കിടക്കുന്ന ഒരു കാർഡ് തന്നെയാണ്. നിങ്ങൾ ഈ ഒരു കാർഡ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ റിവ്യൂ കാര്യങ്ങളൊക്കെ കോമന്റ് ചെയ്യുക. ഇനിയിപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഫ്രീ ആയിട്ട് കിട്ടിയേക്കുന്ന ഈ ഒരു കാർഡൊക്കെ നിങ്ങളുടെ LMFിലേക്ക് ആഡ് ചെയ്യാം. അതായത് നിങ്ങൾക്ക് ക്രോസിങ്ങിന് വേണ്ടിയിട്ട് മറ്റൊരു ഓപ്ഷനും കാര്യങ്ങളൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ ക്രോസിങ്ങിന് വേണ്ടി മാത്രമുള്ള പ്ലേയേഴ്സിനെയും ആഡ് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ്. ഇനി നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 2 AMF ആണ് വേണ്ടത്. നമുക്കിവിടെ 2 AMFിലായിട്ട് വേണ്ടുന്ന പ്ലേയേഴ്സിനെ നോക്കിക്കഴിഞ്ഞാൽ ഒരു AMFിൽ ക്രിയേറ്റീവായിട്ട് അത്യാവശ്യം നല്ല രീതിയിൽ പാസിങ്ങും അതുപോലെ ഇറങ്ങി വന്ന് അത്യാവശ്യം നല്ല രീതിയിൽ ബിൽഡപ്പ് ആയിട്ട് കളിക്കുന്ന അല്ലെങ്കിൽ പ്ലേ മേക്കർ ആയിട്ട് കളിക്കുന്ന കാർഡുകളൊക്കെയാണ്. സോ ഞാനിവിടെ സജസ്റ്റ് ചെയ്യുന്നത് ഒരു ക്രിയേറ്റീവ് പ്ലേ മേക്കറെയാണ്. നല്ല പ്ലേ മേക്കർ ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡീപ് ലൈൻ ഫോർവേഡിനെയും ഈ ഒരു പൊസിഷനിലേക്ക് ആഡ് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ്. സോ ഒരു ക്രിയേറ്റീവ് പ്ലേ മേക്കറെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ സ്നൈഡറിന്റെ ഈ ഒരു കാർഡാണ് ഞാൻ ഇവിടെ ആഡ് ചെയ്യുന്നത്. ഒരു സൈഡിൽ നമ്മൾ പ്ലേ മേക്കർ ആഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മറ്റൊരു സൈഡിലേക്ക് വേണ്ടുന്നത് സ്പേസ് കിട്ടിക്കഴിഞ്ഞാൽ ഓടിക്കേറി ഗോൾ സ്കോർ ചെയ്യുന്ന ആ ഒരു ക്വാളിറ്റിയും കാര്യങ്ങളും കാണിക്കുന്ന പ്ലേയേഴ്സ് ആണ്. പ്ലേയിങ് സ്റ്റൈൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ ഹോൾ പ്ലെയറെ ആഡ് ചെയ്യാം. അതുപോലെ തന്നെ നിങ്ങളുടെ സ്ക്വാഡിൽ ഒരു കാരണവശാലും ഒഴിവാക്കാൻ സാധിക്കാത്ത പ്ലേയേഴ്സ് ഉണ്ടെന്നുണ്ടെങ്കിലും എക്സാമ്പിൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ മെസ്സിയുടെ കാർഡൊക്കെ ഉണ്ടാവും. മെസ്സിയുടെ കാർഡൊക്കെ പുറത്തെടുത്തിക്കാൻ ബുദ്ധിമുട്ടുള്ള യൂസറാണ് നിങ്ങൾ എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആ ഒരു കാർഡ് ആഡ് ചെയ്യാം. അല്ലാത്ത പക്ഷം നിങ്ങളൊരു ഹോൾ പ്ലെയറെയാണ് ആഡ് ചെയ്യേണ്ടത്. സോ ഹോൾ പ്ലെയർ ആയിട്ട് ഞാനിവിടെ ഞക്കാട്ടയുടെ ഈ ഒരു കാർഡാണ് ആഡ് ചെയ്യുന്നത്. അത്യാവശ്യം ഇറങ്ങി വന്ന് കളിക്കുന്ന പ്ലെയർ ആണെന്നുണ്ടെങ്കിൽ പോലും നമുക്ക് ഇൻഡിവിജ്വൽ ഇൻസ്ട്രക്ഷനിൽ ആ ഒരു പ്രശ്നവും കാര്യങ്ങളൊക്കെ മാറ്റിയെടുക്കാൻ സാധിക്കും. നമുക്ക് വേണ്ടുന്ന രീതിയിൽ സ്പേസ് കിട്ടിയാൽ ഓടിക്കയറുന്ന രീതിയിലേക്ക് ഈ ഒരു കാർഡിനെ മാറ്റിയെടുക്കാൻ സാധിക്കും എന്നുള്ളതാണ്. ഇനിയിപ്പോൾ നോക്കാനുള്ളത് ഒരു CF ആണ്. CF ആയിട്ട് ഞാനിവിടെ റെക്കമെൻഡ് ചെയ്യുന്നത് ഗോൾ പോച്ചറെ മാത്രമാണ്. ഈ ഒരു ഫോർമേഷനോട്ട് ആഡ് ചെയ്യാൻ പോകുന്ന CFന് അല്ലെങ്കിൽ ഗോൾ പോച്ചർക്ക് വേണ്ടുന്ന മെയിൻ ആയിട്ടുള്ള ക്വാളിറ്റി നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിൽ ഹെഡിങ് ക്വാളിറ്റി വേണം. അതുപോലെ തന്നെ നല്ല രീതിയിൽ ഫിനിഷിങ്ങും അതുപോലെ പേസും ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. അങ്ങനെ ഒരു കാർഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ ഒരുപാട് പ്രീമിയം കാർഡുകൾ ഉണ്ടെന്നുണ്ടെങ്കിലും ഈ ഒരു വീഡിയോ കാണുന്ന മെജോറിറ്റി ഓഫ് യൂസേഴ്സിന്റെ കയ്യിലും ഉണ്ടാവാൻ ചാൻസ് ഉള്ള ഒരു കാർഡാണ് ഞാൻ ഇവിടെ ആഡ് ചെയ്യുന്നത്. മറ്റാരുമല്ല, നമ്മുടെ ടോറസിന്റെ 500 കോയിൻ സൈൻ ചെയ്യാൻ സാധിക്കുന്ന ഈ ഒരു കാർഡാണ്. ഈ ഒരു കാർഡിന്റെ പ്രത്യേകത നോക്കിക്കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല രീതിയിൽ ഫിനിഷിങ്ങും അതുപോലെ ഹെഡിങ് എബിലിറ്റിയും വരുന്ന ഒരു കാർഡ് തന്നെയാണ്. പുള്ളിക്കാരനെ 83ഓളം ഹെഡിങ് കാര്യങ്ങളൊക്കെ ഗെയിമിൽ കിട്ടുന്നുണ്ട്. സോ ഈ ഒരു രീതിയിലാണ് നമ്മുടെ ഈ ഒരു സ്ക്വാഡ് വരുന്നത്. ഈ ഒരു സ്ക്വാഡ് ഇങ്ങനെ കാണുന്ന ടൈമിൽ നിങ്ങൾക്ക് പ്രത്യേകിച്ച് ഒന്നും തന്നെ തോന്നില്ല. ട്രസ്റ്റ് മീ ഗൈസ്, ഈ ഒരു സ്ക്വാഡ് എന്ന് പറയുന്നത് നിങ്ങൾ വിചാരിക്കാത്ത രീതിയിലൊരു പെർഫോമൻസും കാര്യങ്ങളൊക്കെ ഗെയിമിൽ കിട്ടുന്ന ഒരു ഫോർമേഷൻ തന്നെയാണ്. അതിനായിട്ട് നിങ്ങൾ വേണ്ടത് ഞാനിവിടെ പറയാൻ പോകുന്ന ഇൻഡിവിജ്വൽ ഇൻസ്ട്രക്ഷൻ ഫോളോ ചെയ്യുക എന്നുള്ളതാണ്. അതിലോട്ടേക്ക് പോകുന്നതിന് മുന്നേ നമുക്കിവിടെ ഒരു മാനേജറെ സെലക്ട് ചെയ്യാം. മാനേജറെ സെലക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ഫോർമേഷൻ ഏതൊക്കെ പ്ലേ സ്റ്റൈലിലാണ് വർക്ക് ആവുന്നത് എന്നുള്ള കാര്യം നമ്മൾ പറയേണ്ടതുണ്ട്. സോ പ്ലേ സ്റ്റൈൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാനിവിടെ മസ്റ്റ് ആയിട്ടും റെക്കമെൻഡ് ചെയ്യുന്നത് നമ്മുടെ ഈ ഫുട്ബോളിൽ തന്നെ അണ്ടർ റേറ്റഡ് ആയിട്ട് കിടക്കുന്ന ഒരു പ്ലേ സ്റ്റൈലാണ് പറഞ്ഞു വരുന്നത് നമ്മുടെ ഔട്ട് വൈഡ് ആണ്. സോ ഔട്ട് വൈഡിന് ഈ ഒരു ഫോർമേഷൻ എന്ന് പറയുന്നത് അത്യാവശ്യം നല്ല രീതിയിൽ OP ആയിട്ട് തന്നെ റിസൾട്ട് തരുന്നുണ്ടെന്നുള്ളതാണ്. നെക്സ്റ്റ് ഒരു പ്ലേ സ്റ്റൈൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ഫോർമേഷൻ ലോങ് ബോൾ കൗണ്ടറിനും അത്യാവശ്യം നല്ല രീതിയിൽ കളിപ്പിക്കാൻ സാധിക്കും എന്നുള്ളതാണ്. ഫസ്റ്റ് ഓപ്ഷൻ എന്ത് കഴിഞ്ഞാലും ഔട്ട് വൈഡ്, സെക്കൻഡ് ഓപ്ഷൻ മാത്രമാണ് ലോങ് ബോൾ കൗണ്ടർ വരുന്നത്. ഒരു കാരണവശാലും ക്വിക്ക് കൗണ്ടറൊന്നും ഈ ഒരു ഫോർമേഷൻ ഞാനിവിടെ സജസ്റ്റ് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കളിപ്പിക്കാം. കളിപ്പിച്ചിട്ട് നിങ്ങളുടെ അഭിപ്രായം കാര്യങ്ങളൊക്കെ കോമന്റ് ചെയ്യാൻ മറക്കരുത്. സോ ഈ ഒരു ഫോർമേഷനും ഈ ഒരു ടാറ്റിക്സിനും പറ്റുന്ന ഒരു മാനേജറെ സെലക്ട് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിവിടെ സജസ്റ്റ് ചെയ്യുന്നത് നമ്മുടെ മൊറീഞ്ഞോയുടെ ഈ ഒരു മാനേജർ പാക്കാണ്. ഈ ഒരു പാക്കിന് ലോങ് ബോൾ കൗണ്ടറിനും 88 കിട്ടുന്നുണ്ട്, ഔട്ട് വൈഡിനും 88 കിട്ടുന്നുണ്ടെന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഗെയിമിൽ സ്വിച്ച് ചെയ്തിട്ട് തന്നെ യൂസ് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ്. സോ ഈ രീതിയിലാണ് നമ്മുടെ പ്ലേ സ്റ്റൈലും അതുപോലെ തന്നെ മാനേജർ വരുന്നത്. ഇനി പോകുന്നത് ഈ ഒരു ഫോർമേഷന്റെ കംപ്ലീറ്റ് ആയിട്ടുള്ള സീക്രട്ടും കിടക്കുന്ന ഇൻഡിവിജ്വൽ ഇൻസ്ട്രക്ഷനിലോട്ടാണ്. ഈ ഒരു ഫോർമേഷൻ നിലവിൽ 11 പേരാണെന്നുണ്ടെങ്കിൽ പോലും 12 പേരുടെ എഫക്റ്റും കാര്യങ്ങളൊക്കെ ഗെയിമിൽ കിട്ടുന്ന അത്രയും പവർഫുൾ ആയിട്ടുള്ള ഒരു ഇൻസ്ട്രക്ഷനിലോട്ടാണ് പോകുന്നത്. സോ അതിനായിട്ട് ഇവിടെ നമ്മൾ ഇൻഡിവിജ്വൽ ഇൻസ്ട്രക്ഷൻ എടുക്കുകയാണ്. ഇവിടെ നമ്മൾ കൊടുക്കുന്നത് നമ്മുടെ ഡിഫൻസീവിൽ ഒരു DMFനാണ്. അതൊരു കാരണവശാലും ആങ്കർ മാന് കൊടുക്കാൻ പാടില്ല. നമ്മൾ കൊടുക്കേണ്ടത് നമ്മുടെ ബോക്സ് ടു ബോക്സ് പ്ലെയർ അല്ലാന്നുണ്ടെങ്കിൽ ഡിസ്ട്രോയർ കാർഡിനാണെന്നുള്ളതാണ്. സോ നമ്മൾ ഈ ഒരു കാർഡ് സെലക്ട് ചെയ്യുവാണ്. ഇനി നമ്മൾ നോക്കുന്നത് സെക്കൻഡ് ഇൻസ്ട്രക്ഷൻ ആണ്. അതിലൂടെ നമ്മൾ കൊടുക്കുന്നത് അറ്റാക്കിംഗ് ആണ്. അറ്റാക്കിങ്ങിന് നമ്മളിവിടെ കൊടുക്കേണ്ടത് നമ്മൾ മുന്നേ നക്കാട്ടയുടെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. പുള്ളി കുറച്ച് ഇറങ്ങി ബിൽഡപ്പും കാര്യങ്ങളൊക്കെ ചെയ്ത് സ്പേസ് കിട്ടിക്കഴിഞ്ഞാൽ ഓടിക്കയറുന്ന ഒരു പ്ലെയർ ആണ്. പക്ഷെങ്കിൽ നമുക്ക് ഇവിടെ ആ ഒരു റോൾ കൈകാര്യം ചെയ്യാൻ നമ്മുടെ പ്ലേ മേക്കർ ഉണ്ട്. സോ നമ്മളിവിടെ നമ്മുടെ ഹോൾ പ്ലെയർക്ക് അല്ലെങ്കിൽ നമ്മൾ ഏത് പ്ലെയറെയാണോ സ്പേസ് കിട്ടിക്കഴിഞ്ഞാൽ ഓടിക്കയറാൻ ആഡ് ചെയ്തേക്കുന്നത് ആ ഒരു കാർഡിനെ നമ്മൾ അറ്റാക്കിംഗ് ഇൻസ്ട്രക്ഷൻ കൊടുക്കുക എന്നുള്ളതാണ്. ഇനിയിപ്പോൾ നമ്മൾ കൊടുക്കേണ്ടത് 2 ഇൻസ്ട്രക്ഷൻ ആണ്. ആ ഒരു ഇൻസ്ട്രക്ഷൻ എന്ന് പറയുന്നത് നമ്മളിവിടെ കൗണ്ടർ ടാർഗറ്റ് ആയിട്ട് നമ്മുടെ CFനെ ആഡ് ചെയ്യുക എന്നുള്ളതാണ്. ഈ ഒരു CF എന്ന് പറയുന്നത് ഒരു കാരണവശാലും ഇറങ്ങി വരേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് തന്നെ കൗണ്ടർ ടാർഗറ്റിൽ നമ്മുടെ CFനെ ആഡ് ചെയ്യുന്നു. ഇനിയാണ് നമ്മൾ ഈ ഒരു ഫോർമേഷന്റെ കീ ഫാക്ടറിലോട്ടേക്ക് പോകുന്നത്. അതിനായിട്ട് നിങ്ങളിവിടെ ഡീപ്പ് ലൈനിൽ നമ്മുടെ DMF ആയിട്ടുള്ള ആങ്കർ മാനെ ആഡ് ചെയ്യുക എന്നുള്ളതാണ്.
സോ ഈ ഒരു കാര്യമാണ് നമ്മൾ ഈ ഒരു ഫോർമേഷനെ 11 പേരിൽ നിന്നും 12 പ്ലേയേഴ്സ് ആക്കിയിട്ട് മാറ്റുന്നത് എന്നുള്ളതാണ്. ഞാനിവിടെ പറയുന്നത് ഒരു കാരണവശാലും വെറുതെ പറയുന്ന കാര്യമല്ല. നമ്മളിവിടെ 3CB ആയിട്ടുള്ള ഒരു ഫോർമേഷന് ആങ്കർ മാന് ഡീപ്പ് ലൈൻ ഇൻസ്ട്രക്ഷൻ കൊടുക്കുമ്പോൾ എന്താണ് ഗെയിമിൽ സംഭവിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒരു പ്ലെയർ അത്യാവശ്യം അറ്റാക്കിങ്ങിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ പ്ലേയേഴ്സിൻ്റെ കാലിൽ ബോളുള്ള ടൈമിൽ അത്യാവശ്യം ഈ ഒരു ഏരിയയിൽ നിന്ന് കളിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അതല്ല നമ്മുടെ ഓപ്പോണൻ്റെ കാലിലാണ് ബോൾ ഉള്ളതെന്നുണ്ടെങ്കിൽ ഈ ഒരു DMF അല്ലെങ്കിൽ ആങ്കർ മാൻ എന്ന് പറയുന്നത് ഒരു CB ആയിട്ട് ഈ ഒരു ഭാഗത്തായിട്ട് പൊസിഷൻ ചെയ്യുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതാണ് ഞാൻ ആദ്യം മുതലേ പറയുന്നത്, ഈ ഒരു ഫോർമേഷൻ ഒരു കാരണവശാലും ഒരു 3CB ഫോർമേഷൻ അല്ല. നമ്മൾ ഈ ഒരു രീതിയിൽ സ്ക്വാഡ് ബിൽഡ് ചെയ്ത് ഈ ഒരു ഇൻസ്ട്രക്ഷനും കാര്യങ്ങളൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഡിഫൻസിലോട്ടേക്ക് വരുന്ന ടൈമിൽ നമുക്ക് ഒരു 4CB സെറ്റപ്പ് തന്നെ ഇവിടെ കിട്ടും. നമ്മൾ അറ്റാക്കിങ്ങിലേക്ക് പോകുന്ന ടൈമിൽ ഇത്രയും പ്ലേയേഴ്സിൻ്റെ അഡ്വാൻറ്റേജും കാര്യങ്ങളൊക്കെ അറ്റാക്കിങ്ങിലും കിട്ടും എന്നുള്ളതാണ്. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ 12 പ്ലേയേഴ്സിൻ്റെ ആ ഒരു അഡ്വാൻറ്റേജും കാര്യങ്ങളൊക്കെ ഗെയിമിൽ കിട്ടും എന്നുള്ളതാണ്. സോ ഇത്രയും കാര്യങ്ങളൊക്കെ ഉള്ളൂ. എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കോമൻറ്റ് ചെയ്യാം. അതുപോലെ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ DM ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് ഈ ഒരു ഔട്ട് വൈഡ് ടാക്ടിക്സ് എങ്ങനെ കളിപ്പിക്കണം അല്ലെങ്കിൽ ഈ ഒരു ഫോർമേഷനിൽ വലിയ റിസൾട്ടും കാര്യങ്ങളൊന്നും നിങ്ങൾക്ക് ഇല്ലാന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കോമൻറ്റ് ചെയ്യുക. നമുക്ക് ഔട്ട് വൈഡ് ടാക്ടിക്സിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള റിവ്യൂവും കാര്യങ്ങളൊക്കെ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് തന്നെ ചെയ്യാവുന്നതാണ്. സോ ഗൈസ് ഇത്രയും കാര്യങ്ങളൊക്കെ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ കാണാം ഗൈസ്. ബൈ.